ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള 150 പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് 25 സങ്കീർത്തനം 12 വാക്യം ഞാനിവിടെ വായിക്കുന്നു. യഹോഭക്തനായ പുരുഷൻ ആർ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താനവന് കാണിച്ചു കൊടുക്കും. ഇവിടെ സങ്കീർത്തനക്കാരനൊരു ചോദ്യം ചോദിക്കുകയാണ്. യഹോവ ഭക്തനായ പുരുഷൻ ആരാണ്? ഭക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബാഹ്യമായ ഘടകങ്ങളിലൂടെയാണ് ഒരാൾ ഭക്തനാണോ അല്ലയോ എന്ന് മനുഷ്യരായ നമ്മൾ തീരുമാനിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താടി, തലമുടി, വേഷവിധാനങ്ങൾ, കിരീടങ്ങൾ, തൊപ്പികൾ, വടികൾ, മോതിരങ്ങൾ, നിറങ്ങൾ, പ്രത്യേക പേരുകൾ, നടപ്പിനും സംസാരത്തിനുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതികൾ, ഇതൊക്കെയാണ് ഭക്തിയുടെ മാനദണ്ഡമായി നമ്മൾ കണക്കാക്കാറുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തനായിരിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള നാടക അഭിനയം കൊണ്ട് സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തെയും ഉൾപ്പൂവുകളെയും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള സ്നേഹ ബഹുമാന നിമിത്തമുള്ള ഭയങ്ങൾ കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ദൈവം ഭക്തനായിട്ട് കണക്കാക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഏകദേശം 33.5 വർഷങ്ങൾ ജീവിച്ചിരുന്നു. കർത്താവിന് ഭക്തിയുടെ വേഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ വേഷവിധാനങ്ങൾ സാധാരണ വേഷങ്ങളായിരുന്നു. കിരീടങ്ങളോ ആംശവടികളോ രത്നങ്ങൾ പതിച്ച സിംഹാസനങ്ങളോ ഒന്നും തനിക്കുണ്ടായിരുന്നില്ല. പുൽക്കുടിലും മലമുകളിലും മരച്ചുവട്ടിലും മീൻനാറുന്ന വള്ളത്തിലുമൊക്കെ വിശ്രമിച്ചുകൊണ്ട് സാധാരണക്കാരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ലളിതമായ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ കർത്താവ് പ്രസംഗിച്ചു. ആ കർത്താവായ യേശു തനിക്ക് ശിഷ്യന്മാരെ വേർതിരിച്ചപ്പോൾ അവർക്കിരിക്കുവാൻ സിംഹാസനമോ പിടിക്കുവാൻ വടിയോ ചൂടുവാൻ പ്രത്യേക കിരീടങ്ങളോ പ്രത്യേക വേഷങ്ങളോ ഒന്നും തന്നെ കൊടുത്തില്ല. അവരെല്ലാം സാധാരണക്കാരെ പോലെ ഉള്ള വേഷങ്ങൾ ധരിച്ച് ജീവിച്ചു. പക്ഷേ അവർ ദൈവഭക്തരായിരുന്നു, ദൈവം അംഗീകരിച്ചവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനായ പുരുഷനാർ എന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. പ്രത്യേകിച്ച് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഭക്തിയുടെ ഒരു വേഷത്തിൽ നടക്കുവാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കും, അതിലേക്ക് നാം ആകർഷിക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി യഥാർത്ഥ ഭക്തരായി ജീവിക്കാൻ പരിശ്രമിക്കണം. തിമോഥെയോസിൻ്റെ 2 ലേഖനം 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി
ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഭക്തിയുടെ ഒരു വേഷം, അങ്ങനെ ഭക്തരായി അഭിനയിക്കുന്ന ധാരാളം ആൾക്കാർ അന്ത്യകാലത്തുണ്ടാകും എന്ന് ബൈബിൾ പ്രവചനമാണ്. അതിൻ്റെ മധ്യത്തിൽ നാം യഥാർത്ഥ ഭക്തരായി തീരണം. 1000 രൂപയുണ്ടെങ്കിൽ ഒരു ഭക്തന് ആവശ്യമുള്ള വേഷവിധാനങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിയും. അല്പം അഭിനയിക്കാൻ പാഠവുമുണ്ടെങ്കിൽ ഒരു ഭക്തനായിട്ട് നമുക്ക് അഭിനയിക്കുവാനും കഴിയും. പക്ഷേ അതൊക്കെ മനുഷ്യരുടെ മുൻപിൽ മാത്രമേ വില പോകുകയുള്ളൂ. ദൈവം നമ്മളെ ഒരു ഭക്തനായിട്ട് അംഗീകരിക്കണം. ഇവിടെ സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. യഹോഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. വേദപുസ്തക ചരിത്രത്തിൽ ചില ഭക്തന്മാരെ നമുക്ക് കാണുവാനായി കഴിയും. അവരിലൂടെ നമ്മുടെ ഭക്തിയെ നമുക്കൊന്ന് വിലയിരുത്തുവാനും കഴിയണം. പഴയ നിയമത്തിൽ ഒരു യോസഫിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അയാൾ ഈജിപ്തിൽ പൊത്തിഫേർ എന്ന് പറയുന്ന ഒരു ധനികൻ്റെ വീടിൻ്റെ കാര്യസ്ഥനായിരുന്നു. ഭക്തിയുടെ വേഷങ്ങൾ ഒന്നും തന്നെയില്ലാത്ത അടിമവേഷം ധരിച്ചുകൊണ്ട് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം സുന്ദരനായിരുന്നതുകൊണ്ട്, കോമളനായിരുന്നതുകൊണ്ട് വീട്ടുടമസ്ഥൻ്റെ ഭാര്യ ആ ചെറുപ്പക്കാരിൽ ആകർഷണവതിയായി തീർന്നിട്ട് അവനെ പാപം ചെയ്യുവാൻ ദിനംതോറും പ്രേരിപ്പിക്കുന്ന ഒരു ചരിത്രം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ വേദഭാഗം ഞാൻ ഇന്ന് വായിക്കാം. യോസഫ് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറിയതെന്നും നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ. യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണ് പതിച്ചു. എന്നോടുകൂടി ശയിക്കുക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ, വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ എന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടി ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഇവിടെ ഒരു ഭക്തനെ നമ്മൾ കാണുകയാണ്. വേഷവിധാനങ്ങളിലൂടെയോ നടപ്പിലൂടെയോ സംസാര ശൈലിയിലൂടെയോ ഒന്നും ഭക്തനല്ല. ഒരു സാധാരണ ജോലിക്കാരൻ, ചെറുപ്പക്കാരനാണ്, അവിവാഹിതനാണ്, ഭവനത്തിൽ ആരുമില്ല. സുന്ദരിയായ സ്ത്രീ തന്നെ വിളിക്കുകയാണ് പാപം ചെയ്യാൻ ദിനം പ്രതി. പക്ഷേ യോസഫ് പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ നിന്നോട് ഈ ദുഷ്കർമ്മം ചെയ്താൽ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമായിരിക്കും. യോസഫ് ഒരു ദൈവ ഭക്തനായിരുന്നു. അതെ, യഹോഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യോസഫ് ദൈവഭക്തനായിരുന്നതുകൊണ്ട് അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഈ സ്ത്രീ പറയുന്നത് പോലെ അല്ല എന്ന് ദൈവം തനിക്ക് കാണിച്ചു കൊടുത്തതുകൊണ്ട്, അവളുടെ വഴിയെ നടക്കാതിരുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ പാതയിലൂടെ നടന്നതുകൊണ്ട്, തൻ്റെ സഹോദരങ്ങൾ വെറുത്തിട്ടും അടിമയായിട്ട് വിറ്റിട്ടും പൊത്തിപ്പേറിൻ്റെ ഭാര്യ കോപിച്ചിട്ടും കള്ളക്കേസിൽ കുടുക്കി
ജയിലിൽ അടച്ചിട്ടും യോസഫ് ഈജിപ്തിലെ രണ്ടാമനായി തീരുന്നു. പൊത്തിപ്പേറും അവൻ്റെ ഭാര്യയും തന്നെ വിലയ്ക്ക് വിറ്റ തൻ്റെ സഹോദരങ്ങളും തന്നെ നമസ്കരിക്കത്തക്ക നിലയിൽ ദൈവം ഉയർത്തുന്നു. പ്രിയപ്പെട്ടവരെ, യഹോഭക്തനായിരിക്കുക. യഹോഭക്തനായ പുരുഷൻ ആർ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയും യോസഫ് എന്ന്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ പറയുവാനായി കഴിയുമോ? ഇല്ല എങ്കിൽ ആഴമേറിയ ഒരു മാനസാന്തരത്തിലേക്ക് വന്നിട്ട് വേഷഭക്തി ഉപേക്ഷിച്ച് ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോട് ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. യഹോഭക്തനായ പുരുഷൻ ആർ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ കാലഘട്ടം ഭക്തിയോട് ജീവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം യെരുശലേമിൽ അവർക്കുണ്ടായിരുന്ന ദേവാലയം നെബൂഖദ്നേസർ രാജാവ് കത്തിച്ചു കളഞ്ഞു. അതിലെ എല്ലാ ഉപകരണങ്ങളും അദ്ദേഹം എടുത്തുകൊണ്ടുപോയി തൻ്റെ ദേവനായ മർദൂക്കിൻ്റെ ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. ദാനിയേലിൻ്റെ രാജാവായിരുന്ന സിദക്കിയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ദാനിയേലിൻ്റെ രാജ്യമായിരുന്ന ജൂദയുടെ രാഷ്ട്രം ഇറാഖിൻ്റെ ഭാഗമായി തീർന്നു. അങ്ങനെ സ്വന്തം വീടും നാടും വിട്ട് ഒരടിമയായിട്ട് ബാബിലോണിലേക്ക് പോകേണ്ടി വന്നു. ഒരു വിശുദ്ധൻ എങ്ങനായിരിക്കണമെന്ന് സർവശക്തനായ ദൈവം കൽപ്പിച്ച എല്ലാ കൽപ്പനകളും ലംഘിച്ചെങ്കിൽ മാത്രമേ ഒരു ബാബിലോണ്യ ദൈവഭക്തനായിട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അവർ ഭക്തരാണ്, ഭക്തിമാർഗമാണ് ബാബിലോണ്യരുടെ. അത് സത്യദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളുടെയും ലംഘനവും അശുദ്ധവുമാണ്. അങ്ങനെ മന്ത്രവാദികളെയും ശകനവാദികളെയും ഒക്കെ ആദരിക്കുന്ന ആ രാജ്യത്തിലേക്ക് അവരൊക്കെ വലിയ ഭക്ത ശിരോമണികളായിട്ട് വേഷഭൂഷാദികളോടുകൂടി കളർഫുള്ളായി നടക്കുന്ന ആ കാലഘട്ടത്തിൽ ദാനിയേൽ അവിടെ ഒരു അടിമ ബാലനായിട്ട് ചെല്ലുകയാണ്. പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവർക്കവിടെ ആലയമില്ല. അതിന് പ്രോത്സാഹനം തരുവാൻ ആൾക്കാരില്ല. അതിനു പകരമായി ദൈവം കൽപ്പിച്ച എല്ലാ കൽപ്പനകളും ലംഘിക്കുവാൻ പ്രേരണ നടത്തുന്ന, പിശാചിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ താനൊരു വിദ്യാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജാവിൻ്റെ സൈനിക കോളേജിലെ വിദ്യാർത്ഥിയായതുകൊണ്ട് അവർ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് മദ്യവും ഇഷ്ടം പോലെയുള്ള ഭക്ഷണവും അവർക്ക് ഭക്ഷിക്കാമായിരുന്നു, കുടിക്കാമായിരുന്നു. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരാവേശമാണ്, അതൊരു ഭാഗ്യമാണ്. ദാനിയേലിൻ്റെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും അടുത്തില്ല. അന്യദേശത്തിലാണ്, ഇറാഖിലെ ബാബിലോണിലാണ്. അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാം എന്നൊന്നും അദ്ദേഹം തീരുമാനിച്ചില്ല. അവിടുത്തെ രാജഭോജനവും പല വെറൈറ്റിയിലുള്ള വീഞ്ഞും അതൊക്കെ കുടിക്കുവാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ലഭിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി ഈ മദ്യപാനം, ഈ അമിത ഭക്ഷണം തന്നെ അശുദ്ധനാക്കും, ദൈവഭക്തിയിൽ നിന്ന് തന്നെ അകറ്റിക്കളയും. തൻ്റെ ഉള്ളിൽ തന്നെ താനൊരു തീരുമാനമെടുക്കുന്നുണ്ട്. അതിപ്രകാരമാണ് ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഓർക്കണം, ഇവിടെ ദാനിയേലിനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. താനൊരു ചെറുപ്പക്കാരനാണ്. ദൈവിക ചിന്തകൾ പറഞ്ഞു കൊടുക്കുവാൻ
ആരും തന്നെയില്ല. താൻ അന്യദേശത്താണ്. തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടതാണ്. പക്ഷെ തനിക്കിവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ സന്ദർഭത്തിൽ ദൈവം നൽകിയതാണ് ഈ ഭക്ഷണപാനീയങ്ങളെല്ലാം എന്ന് പറഞ്ഞ് തിന്നുകുടിച്ച് തിമിർത്തു ജീവിക്കേണ്ട ദാനിയേൽ തൻ്റെ സഹപാഠികളെപ്പോലെ ആകാതെ ഉള്ളിൽ തീരുമാനിക്കുകയാണ്, എൻ്റെ ഭക്തി ഈ ഭക്ഷണത്തിൻ്റെ മുൻപിൽ, ഈ മദ്യത്തിൻ്റെ മുൻപിൽ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞ്, രാജാവ് കഴിക്കുന്ന ഭക്ഷണം എനിക്ക് ദൈവം നൽകി എന്ന് പറഞ്ഞ് അത് കുടിച്ച് കഴിച്ച് ഒരു കപടഭക്തനായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ യഹോഭക്തി. പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൽ രാജാവിനെ അല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്, ആരെയും ആരാധിക്കരുത്, ചക്രവർത്തിയെ ദൈവമായി അംഗീകരിക്കണം, അല്ലാത്തവരെ സിംഹഗുഹയിൽ വലിച്ചെറിയും എന്നൊരു കൽപ്പനയുണ്ടായ കാലത്തും താൻ ചക്രവർത്തിയോട് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ പോകാതെ പരസ്യമായി തന്നെ താൻ പതിവായി ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമ്മൾ കാണുന്നു. ഇതിനൊക്കെയാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഭക്തനായി ജീവിച്ച ഈ ദാനിയേലിന് കുറേയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും സിംഹഗുഹയിൽ പോവുകയൊക്കെ ചെയ്യേണ്ടി വന്നുവെങ്കിലും ദൈവം തന്നെ ബാബിലോൺ സാമ്രാജ്യത്തിലും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലും, പ്രത്യേകിച്ച് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാനുമൊക്കെ ദാനിയേലിന് പിന്നീട് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. യഹോഭക്തനായ പുരുഷനാർ, അവന് ദൈവം തൻ്റെ വഴികളെ കാണിച്ചു കൊടുക്കും എന്നുള്ള വചനം ദാനിയേലിനോടുള്ള ബന്ധത്തിൽ എത്ര അന്വർത്ഥമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഒരു യഹോഭക്തനായ പുരുഷനെ, യോസഫിനെ കാണുന്നുണ്ട്. ആ യോസഫിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വാസ്തവത്തിൽ ഭക്തനായിരുന്നു എന്ന് തെളിയിച്ച ഒരു സംഭവം തൻ്റെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ യേശുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിരച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു യുവാവ് ഒരു യുവതിയെ വിവാഹ നിശ്ചയം കഴിക്കുകയാണ്. വിവാഹം നടന്നിട്ടില്ല. വിവാഹത്തിന് മുൻപ് തൻ്റെ നിയുക്ത വധു ഗർഭവതിയാണെന്ന് താൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഏത് ഭർത്താവിനും കോപമുണ്ടാകും. തന്നെ വഞ്ചിച്ചു, തന്നെ ചതിച്ചു. താൻ പരസ്യമായിട്ട് അത് മതക്കോടതിയിൽ കൊണ്ടുവരും. വീട്ടുകാരോടും നാട്ടുകാരോടും പറയും. അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മതശാസനം. അങ്ങനെ മറിയയെ പരസ്യമായി കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്ന് കോപം തീർത്ത് താൻ നീതിമാനായിട്ട് വിലസി നടക്കണം എന്ന് യോസഫ് ചിന്തിക്കുന്നില്ല. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഭർത്താവായ യോസഫ് നീതിമാൻ ആകൊണ്ട്
അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഗർഭവതിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നില്ല എന്ന് ഇദ്ദേഹം നീതിമാനായതുകൊണ്ട് തീരുമാനിച്ചു. പക്ഷേ അത് രഹസ്യമായി ചെയ്യുവാൻ താൻ ആഗ്രഹിച്ചു. കാരണം താൻ നീതിമാനാണ്. നീതിമാനായ ഒരു വ്യക്തി കാര്യം സത്യമാണെങ്കിലും പറയുന്നതിനും എഴുതുന്നതിനും പ്രതികരിക്കുന്നതിനും ഒരു നീതിമാൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ ഒത്തിരിക്കും. നീതിമാൻ അല്ലെങ്കിൽ അതിനെ ഗൂഢമായി വയ്ക്കുവാൻ ആഗ്രഹിക്കാതെ കുറേ കൂടെ പൊലിപ്പിച്ച് എല്ലാ കോപങ്ങളും ചൊരിഞ്ഞ് പരസ്യമാക്കുവാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ആഴമായി പഠിച്ചാൽ ഭക്തി കൊണ്ടല്ല, അനീതിക്കെതിരായിട്ടുള്ള കോപം കൊണ്ടുമല്ല, ഇവർ ദുഷ്ടന്മാരും അനീതിയുള്ളവരും മഹാപാപികളുമായതുകൊണ്ടാണ് ഈ ആക്രോശങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം ഒരു നീതിമാൻ തെറ്റിനെ അംഗീകരിക്കുമെന്നല്ല, തെറ്റിനെ അവൻ ഗൂഢമായി ഉപേക്ഷിച്ചിരിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇവിടെ മറിയയുടെ കാര്യത്തിൽ തൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നതുകൊണ്ട് ദൈവം തന്നെ തനിക്ക് ആ വഴി കാണിച്ചു കൊടുക്കുകയാണ്. നീ ശങ്കിക്കുന്നത് പോലെ ഇത് പാപത്തിൻ്റെ പരിണിതഫലമല്ല, ഇത് പാപമോചനം കൊടുക്കേണ്ട ദൈവകുമാരൻ്റെ രംഗപ്രവേശനമാണ്. അതുകൊണ്ട് നീ മറിയെ സ്വീകരിക്കണം. ആ കുഞ്ഞിന് അവൻ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടേണം എന്ന് കൽപ്പിക്കുകയാണ്. മടികൂടാതെ യോസഫ് മറിയെ സ്വീകരിക്കുന്നതും കുഞ്ഞിന് യേശു എന്ന് പേരിടുന്നതും പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. യഹോഭക്തനായ പുരുഷൻ ആർ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും, ദാനിയേൽ, യാക്കോബിൻ്റെ മകൻ യോസഫ്, മറിയയുടെ ഭർത്താവ് യോസഫ്, ഇവരൊക്കെ യഹോഭക്തന്മാരായ പുരുഷന്മാരായിരുന്നു. അതുകൊണ്ട് അവർ നടക്കേണ്ട വഴികൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ യഹൂദയുടെ രാജാവായിരുന്ന ഹെരോദാവ് യേശുവിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. യേശു ഒരു നിലയിലും രക്ഷപ്പെടരുത്, താൻ യഹൂദയുടെ രാജാവാകരുത് എന്നുള്ള കണക്കുകൂട്ടിൽ വളരെ ഭക്തനായിട്ട് അഭിനയിച്ച് യേശുവിനെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രകടിപ്പിച്ച് യേശു എവിടെയാണെന്ന് തങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് വിദ്വാൻമാരെ പറഞ്ഞയക്കുന്നതും യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് അറിയാനുള്ള ഉത്കടമായ ആഗ്രഹം തനിക്കുണ്ട് എന്ന് അഭിനയിച്ചുകൊണ്ട് വേദപുസ്തക വ്യാഖ്യാതാക്കളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതുമൊക്കെ നമ്മൾ മത്തായി സുവിശേഷം 2 വായിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഹെരോദാവിന് യേശുവിനോട് വലിയ സ്നേഹമാണ്. വാസ്തവം അതായിരുന്നില്ല. യേശുവിനെ കൊല്ലുകയായിരുന്നു തൻ്റെ പദ്ധതി. വിദ്വാൻമാർക്ക് പോലും അത് മനസ്സിലായില്ല. അവർ യേശു ബേത്ലഹേമിലുണ്ട്, തങ്ങൾ യേശുവിനെ കണ്ടിട്ട് വരികയാണ് എന്ന് പറയുവാനായി യെരുശലേമിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ ദൈവം അവർക്ക് ഇടപെട്ടിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് അവരെ വേറെ വഴിയായിട്ട് അയക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഹെരോദാവിൻ്റെ പട്ടാളക്കാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് യേശു കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് പരക്കം പാഞ്ഞ് നടക്കുമ്പോൾ യോസഫിനോട് ദൈവം സംസാരിക്കുന്ന ഭാഗം മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയുന്നതുവരെ അവിടെ പാർക്കുക. യഹോപുരുഷനായ മനുഷ്യൻ ആർ, ദൈവം അവൻ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. താൻ നടക്കേണ്ട വഴി ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ്
ഈജിപ്തിലേക്കാണ്. കാരണം കിരാതനായ ഹേരോദാവ് അവൻ്റെ ആയിരക്കണക്കിന് പടസൈന്യങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിനെ കൊല്ലുവാനായിട്ട്. യോസെഫും മറിയയും കൂടി ദൈവം കാണിച്ച വഴിയിലൂടെ ഈജിപ്തിലേക്ക് പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ച ഹേരോദാവ് കൊല്ലപ്പെട്ടപ്പോൾ വീണ്ടും യോസെഫിന് ദൈവം വഴി പറഞ്ഞു കൊടുക്കുകയാണ്. മത്തായി 2:19-20 വാക്യങ്ങൾ. എന്നാൽ ഹേരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ജീവൻ എടുക്കുവാൻ ആഗ്രഹിച്ച ഹെരോദാവും അവൻ്റെ ആൾക്കാരും കൊല്ലപ്പെട്ടു പോയി. അപ്പോൾ ദൈവം യോസെഫിനോട് ഒരു ദൂതൻ മുഖാന്തരം സംസാരിക്കുകയാണ്. ഹെരോദാവും അവൻ്റെ ആൾക്കാരുമെല്ലാം കൊല്ലപ്പെട്ടു പോയി. പ്രാണനെടുക്കാൻ ആഗ്രഹിച്ചവരുടെ പ്രാണൻ ആദ്യം തന്നെ പോയി. അതുകൊണ്ട് ഈജിപ്തിൽ നിന്ന് നിനക്കിനി മടങ്ങി ഇസ്രയേൽ ദേശത്തേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, യഹോവ ഭക്തനായി ഇരുന്നാൽ നാം പോകേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരും. നമ്മൾ പോകുന്ന വഴികളിൽ ഏതെല്ലാം ചതിക്കുഴികളുണ്ട്, എവിടെല്ലാം കവർച്ചക്കാരുണ്ട്, എന്തെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്ന് നമുക്കറിയുവാൻ കഴിയുകയില്ല. എന്നാൽ യഹോഭക്തനായ ഒരു പുരുഷനായിരുന്നാൽ നാം നടക്കേണ്ട വഴികൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. 25-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം അവന് കാണിച്ച് കൊടുക്കും. എൻ്റെ പ്രേക്ഷകരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിത്യതയ്ക്കും പ്രയോജനമുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിന് ദൈവം നിങ്ങളെ കാണിക്കട്ടെ. അതിനായിട്ട് ഒരു ദൈവഭക്തനായിട്ട് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവഭക്തരായിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഞങ്ങളെ കാണിക്കുകയും ആ വഴിയിലൂടെ നടക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവെഴുത്തുകളിൽ നിന്നുള്ള മറ്റൊരു പ്രഭാഷണവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.